റയൽ മാഡ്രിഡ് വേഴ്സസ് യുവൻറ്റസ് മാച്ച് ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡിൻ്റെ മൂന്നാമത്തെ മാച്ചാണ്. മൂന്നാമത്തെ മാച്ചും വിജയിച്ചുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ എന്താ പറയുക ആ ഒരു ടോപ്പ് 4 തന്നെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ആ ഒരു 3 പോയിൻറ്റ്സ് 3 മാച്ചിൽ നിന്നും 3 വിജയങ്ങൾ വിജയിച്ചൊരു 4 ടീംസ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ PSG ആണ്. മൂന്നാമത്തോ നാലാമത്തെയൊക്കെയാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. ചാമ്പ്യൻസ് ലീഗിൽ നല്ല പോക്ക് തന്നെയാണ് ഇപ്പോൾ കറൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഴ്സയ്ക്കെതിരെയുള്ള 2-0 ഉള്ള വിജയം, 2-1 ഉള്ളൊരു വിജയം, പിന്നെ 5-0 എന്നുള്ള ഒരു അൽമാറ്റി എന്നുള്ള ഒരു ടീമിനുള്ള വിജയം, ഇപ്പോൾ കറൻ്റ് യുവൻറ്റസുമായിട്ടുള്ള വിജയം ഒരു വൺ ഓഫ് ദി ടെസ്റ്റാണ് സംഭവം. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടെസ്റ്റ് ഏതായിരുന്നു? അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയായിരുന്നു ഫസ്റ്റ് റിയൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സാബി അലൻസോയുടെ ഫസ്റ്റ് റിയൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് 5-2 എന്നുള്ളൊരു സ്കോറിന് അവിടെ റിയാദ് മെട്രോപൊളിറ്റോയിൽ പോയി പരാജയപ്പെട്ടു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു സാബി അലൻസോ. ഓക്കെ, അതിൽ നിന്നും ഇത് രണ്ടാമത്തെ ടെസ്റ്റ് യുവൻറ്റസുമായിട്ടുള്ള ഈ ഒരു മാച്ച് വരുന്ന സമയത്ത് കുഴപ്പമില്ല. ഓക്കെ, റയൽ മാഡ്രിഡ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു എബോവ് ആവറേജ് ടീമാണ്. ഓക്കെ, ഒരു എബോവ് ആവറേജ് ടീമാണ്. അതിൻ്റെ മുകൾക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇനി റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ മേ ബി എത്തിയേക്കാം, അറിയില്ല. എന്തായാലും കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു എബോവ് ആവറേജ് ടീമാണ്. ഈ ഒരു ടീം വെച്ച് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ കറൻറ്റ് പെർഫോമൻസ് വെച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ്. ഓക്കെ, ഈ ഒരു മാച്ച് കണ്ടവർക്ക് അറിയാം യുവൻറ്റസിൻ്റെയും നല്ല നല്ല അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. റൗൾ അസൻസിയും ഹെദർ മിലിറ്റാവും തിബോ കൂട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ സേവ് ചെയ്ത് കളഞ്ഞിക്കുകയാണ് ആ ഒരു ബോളുകളൊക്കെ. നമ്മൾ മാച്ച് കണ്ടിട്ടുണ്ട് തന്നെ മനസ്സിലാവും. പിന്നെ മാച്ച് റിവ്യൂ ഒരു ഇച്ചിരി ലേറ്റാണ്. ഐ നോ ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ ഓൾസോ. സോ ഇതിന് പിന്നാലെ ബാഴ്സയുടെ ആ ഒരു ഒളിമ്പിയാക്കോസിൻ്റെ മാച്ചിൻ്റെ റിവ്യൂ കൂടെ വരും കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് വരും. സോ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് എന്തായാലും സാബി അലൻസോ രണ്ടാമത്തെ ടെസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അത് സാബി അലൻസോയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ്. യുവൻറ്റസ് പോലത്തെ ഒരു ടീമിനെതിരെ സാന്റിയാഗോ ബെർണാബിയിലാണ്, പക്ഷേ 1-0 എന്നുള്ളൊരു വിജയമാണ്. റയൽ മാഡ്രിഡിന് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം, എംബാപ്പെ സീസൺ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു മാച്ചിൽ ഒരു ഗോളോ ഒരു അസിസ്റ്റോ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ എംബാപ്പെ പോകുന്നത്. എംബാപ്പെ എന്താ പറയുക, ഷോട്ടൊന്നും അടിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒന്ന് നിറം മങ്ങിയ പോലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് അറ്റാക്കുകൾ മാത്രമേ എംബാപ്പയുടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബ്രൈം ഡൈൻസും പിന്നെ അതുപോലെ തന്നെ വിനി ജൂനിയർ, ബെല്ലിംഗം ഇവരൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ആ ഒരു അറ്റാക്കിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എംബാപ്പെ ഒന്നും നിറം മങ്ങിയിരിക്കണം, പക്ഷേ ഒരു മാച്ചല്ലേ. പക്ഷേ എംബാപ്പെ എന്താണ് ഫോം ഔട്ടായപ്പോൾ വിനി ജൂനിയർ ഫോമായി. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അത് മതി, അത് തന്നെയാണ് അവർക്ക് വേണ്ടതും. ഒക്കെ ഒരാൾ ഫോം ഔട്ടായി കഴിഞ്ഞാൽ വേറൊരാൾ ആ ഒരു ടീമിനെ ഏറ്റെടുക്കാൻ വേണം. അത് വിനി ജൂനിയർ ഉണ്ട്, അത് ഏറ്റെടുക്കുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു, പക്ഷേ ഏറ്റെടുത്തു. ഓക്കെ, അത് തന്നെ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ മാജിക് ആ ഒരു ഗോളൊക്കെ നമ്മൾ കണ്ടതാണ്. വിനി ജൂനിയറിൻ്റെ ഒരു കിഡിലൻ ഡ്രിബ്ലിംഗ് ആയിരുന്നു. അത് 3, 4, 5, 6 ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഓക്കെ, അദ്ദേഹം ആ ഒരു മാജിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യുവൻറ്റസ് വിജയിക്കില്ല. റയൽ മാഡ്രിഡ് വിജയിക്കില്ല. യുവൻറ്റസിൻ്റെ ആ ഒരു ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രിഗാരിയോ എന്ന് പറഞ്ഞുള്ള ഗോൾ കീപ്പർ യുവൻറ്റസിൻ്റെ ക്ലബ് വേൾഡ് കപ്പ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇതേ റൗണ്ട് ഓഫ് 16 സെയിം സിറ്റുവേഷൻ 1-0 എന്നുള്ളൊരു സ്കോറാണ് വിജയിച്ചിരുന്നത്. പക്ഷേ ഗ്രിഗാരിയോ എജാതി സേവായിരുന്നു ആ ഒരു മാച്ചിൽ. ഈ ഒരു മാച്ചിലും സേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുക, ആ ചങ്ങായിക്ക് റയൽ മാഡ്രിഡിന് ഓപ്പോസിറ്റ് കിട്ടിയതിനെ എല്ലാം സേവ് ചെയ്യണം. അതാണ് അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചങ്ങായിനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അത് വിനി ജൂനിയർ ചെയ്തു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വുഡ് വർക്കിൽ തട്ടി. പക്ഷേ ബെല്ലിംഗാം തൊട്ടടുത്തുണ്ടായിരുന്നു റീബൗണ്ട് എടുക്കാൻ വേണ്ടി, അദ്ദേഹം അത് ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ ആ ഒരു ബ്രേക്ക് ത്രൂ റയൽ മാഡ്രിഡിന് വിനി ജൂനിയറിൻ്റെ മാജിക്കിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, സോ റയൽ മാഡ്രിഡ് എന്തായാലും ഇനി നെക്സ്റ്റ് 26 എൽ ക്ലാസിക്കോ, ഒക്ടോബർ 26 ഈ അടുത്ത് തന്നെ വരുന്നുണ്ട്. സോ അത് കുറച്ച് ടഫായിരിക്കും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞല്ലോ, റയൽ മാഡ്രിഡ് ഈസ് എ അബോവ് ആവറേജ് ടീം. ഈ ഒരു പെർഫോമൻസും കൊണ്ട് എൽ ക്ലാസിക്കോയിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, പിന്നെ റയൽ മാഡ്രിഡാണ്, ഇവന്മാരെ വിശ്വസിക്കാനേ പറ്റില്ല. എപ്പോൾ വേണേലും പെട്ടെന്നൊരു നല്ല പെർഫോമൻസ് ആണ് പുറത്തെടുക്കും. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന ടീമാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ പെട്ടെന്നൊരു പെർഫോമൻസ് പുറത്തെടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ സീസണിൽ മറ്റേ സൂപ്പർ കോപ്പ ഡി എസ്പാനിയും ഫസ്റ്റ് ലാലിഗ മാച്ചൊക്കെ അറിയാം. ബെർണാബിയിൽ 4-0 എന്നുള്ളൊരു സ്കോറിന് എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടു. സൂപ്പർ കോപ്പ ഡി എസ്പാനിയ 5-2 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു. പക്ഷേ കോപ്പ ഡെൽറേ വന്ന സമയത്ത് അത് ടൈറ്റ് മാച്ചായിരുന്നു. ആ ഒരു മാച്ച് കണ്ടവർക്കറിയാം, കോപ്പ ഡെൽറേ ഫൈനൽ. അത് മറ്റേ ചെമനി രണ്ടാമതൊരു ഗോൾ സ്കോർ ചെയ്ത് റമോന്താതെ അടിച്ച്, പിന്നെ എങ്ങനെയൊക്കെയോ അവസാനം ഫെറാൻ ടോറസ് ഒരു ഗോൾ സ്കോർ ചെയ്തു. എങ്ങനെയൊക്കെയോ നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. പിന്നെ കൂണ്ടയിലൂടെ ഗോൾ സ്കോർ ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു ബാഴ്സലോണ ആ ഒരു എൽ ക്ലാസിക്കോ വിജയിച്ചത്. അതാണ് ഇവന്മാരെ റയൽ മാഡ്രിഡിനെ വിശ്വസിക്കാൻ പറ്റില്ല, അതൊരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ കറൻറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ബാഴ്സലോണക്കാണ് ഒരു ചെറിയൊരു മുൻതൂക്കം ഉള്ളത്, അതൊരു സത്യമാണ്. ഞാൻ സെപ്പറേറ്റ് എൽ ക്ലാസിക്കോ പ്രിവ്യൂ വേറെ ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു മാച്ചിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരുടെ അറ്റാക്കോട് കൂടിയാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അവന്മാർ തുടക്കം തന്നെ നല്ല അറ്റാക്ക്. അവന്മാർ കുറച്ച് അറ്റാക്കുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊസഷനൊക്കെ എടുത്തു നോക്കാൻ നിങ്ങൾ റയൽ മാഡ്രിഡിൽ 66% പൊസഷൻ റയൽ മാഡ്രിഡില്ല, അവന്മാരിൽ 34% അത്ര കണ്ടിട്ടുള്ളൂ. 28 ഷോട്ട് റയൽ മാഡ്രിഡ് എടുത്തിട്ടുണ്ട്, 10 ഓൺ ടാർഗറ്റ്. അവന്മാർ 18ഉം 7-6 കണ്ടിട്ട് ഓൺ ടാർഗറ്റ് ഉള്ളൂ. പക്ഷേ അവന്മാരുടെ അറ്റാക്കുകളെല്ലാം ഒരു എന്താ പറയുക ഷാർപ്നെസ്സുള്ള അറ്റാക്കാണെന്ന് പറയില്ല, അത് ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്കുകളാണ്. റൗൾ അസൻസിയോ ആയാലും എദർ മിലിറ്റാവോ ആയാലും തിബോ കോർട്ടോ ആയാലും അവന്മാർ 3 പേരും വിറക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവന്മാർ അതിലൊന്നും പതറാതെ വളരെ പ്രോപ്പറായിട്ട് മിലിറ്റാവും റൗൾ അസൻസിയും തിബോ കോർട്ടോയും സേവ് ചെയ്തു, അത് ക്ലിയർ ചെയ്തു, വളരെ പ്രോപ്പറായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്തു എന്ന് വേണം പറയാൻ പറ്റും. റൗൾ അസൻസിയോ ഞാൻ പേടിച്ചിരുന്നു, സത്യം പറയാലോ. റൗൾ അസൻസിയോ എന്ന് പറയുന്നത് ഒരൊറ്റ മൈൻഡുള്ള ഒരാളാണ്. ഓക്കെ, അത് റയൽ മാഡ്രിഡിൻ്റെ കളി കാണുന്നവർ കഴിഞ്ഞ സീസണിൽ തുടക്കം അടിപൊളിയായി കളിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പോകാൻ തുടങ്ങിയിരുന്നു. പല ഫൗളും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൗളും, വെറുതെ പെനാൽറ്റി, വെറുതെ റെഡ് കാർഡൊക്കെ മേടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യം വരുന്ന സമയത്ത് റൗൾ അസൻസിയോയെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് പേടിക്കാറുണ്ട് എല്ലാവരും. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ വളരെ മെച്ചോർഡായിട്ട് അദ്ദേഹം കളിച്ചു. അത്ര നല്ല 2 സ്ലൈഡിങ് ടാക്കുകൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്ലിയറൻസുകൾ ഉണ്ടായിരുന്നു. പല സമയത്തും വേണ്ട സമയത്ത് അവിടെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ചില ഇതൊക്കെ ഉണ്ട്, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്, അത് ശരിയാണ്. പക്ഷേ ഇമ്പ്രൂവ്ഡ് ആണ് അദ്ദേഹത്തിന് ഈ സീസണിലെ തുടക്കത്തെ മാച്ചസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇമ്പ്രൂവ്ഡ് ആണ്. ഓക്കെ, ഹ്യൂസൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ റൗൾ അസൻസിയോയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പിലോട്ട് വരാം. ഗോൾ കീപ്പർ തിബോ കോർട്ടുവ, ലെഫ്റ്റിൽ കരേറാസ്, പിന്നെ അതുപോലെ തന്നെ എദർ മിലിറ്റാവും റൗൾ അസൻസിയും, റൈറ്റ് ബാക്ക് ആയിട്ട് ഫെഡയും, പിന്നെ അതുപോലെ തന്നെ ഫെഡെ വാൽവേർദെ, ചുമനിയും ആർദെ ഗുളർ കുറച്ചൊന്ന് പുറകിലോട്ട് ഇറങ്ങിയിട്ടാണ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ചുമനി ആർദെ ഗുളറും മിഡ്ഫീൽഡർ, പിന്നെ ലെഫ്റ്റിൽ വിനി ജൂനിയറും, റൈറ്റിൽ ബ്രൈം ഡൈൻസും, ബെല്ലിംഗാമും എംബാപ്പയും ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ. ബെല്ലിംഗാം കുറച്ചും കൂടി മുന്നോട്ടായിരുന്നു ഇന്നത്തെ മാച്ചിൽ. അവിടെയാണെന്നുണ്ടെങ്കിൽ വ്ലാഹോവിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള അറ്റാക്കും മെക്കന്നിയും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രദർ തുറാംസിലൊരു തുറാമും അവിടെയുണ്ട്. പിന്നെ ഗോൾ കീപ്പർ ഗ്രിഗാരിയോ, അങ്ങനത്തെ ഒരു ആവറേജ് അതിൻ്റെ മുകളിലുള്ളൊരു ടീമാണ് യുവൻറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കം തന്നെ അവന്മാരുടെ അറ്റാക്കോടുകൂടി കളി സ്റ്റാർട്ട് ചെയ്തത്. അവന്മാരുടെ ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് അവന്മാർക്ക് ഒരു ബോൾ കിട്ടി. ആ ഒരു ബോൾ ആ റൈറ്റിൽ നിന്ന് അവർ ക്രോസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. പക്ഷേ റൗൾ അസൻസിയോ അത് സ്ലൈഡ് ചെയ്ത് ടാക്കിൾ ചെയ്തു. അത് നല്ലൊരു സേവ് ആയിരുന്നു. അത് ഒരു ഡേഞ്ചറസ് ബോളാവുള്ള ഒരു ബാക്കിൽ മറ്റേ വ്ലാഹോവിച്ചൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, മറ്റേ കഴുകൻ്റെ കണ്ണ് പോലെ ഷോട്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ റൗൾ അസൻസിയോ അതിനൊന്നും നിന്നില്ല, ആ ബോൾ സ്ലൈഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെക്കനിക്കും നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു. ഓക്കെ, മെക്കനിയൊക്കെ സംഭവം അത്ര പവർഫുൾ അല്ല, ഗ്രൗണ്ട് ഷോട്ടൊക്കെയാണ്. പക്ഷേ തിബോ പ്രോപ്പർ അത് കോർണറിലോട്ടാണ് പോകുന്നത്. തിബോ കൂടുതൽ ത്രെട്ടൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഷോട്ടുകളായിരുന്നു യുവൻറ്റസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗാറ്റിക്ക്, അത് കഴിഞ്ഞിട്ട് ഗാറ്റി നല്ലൊരു ഷോട്ട് അടിക്കുന്നുണ്ടായിരുന്നു യുവൻറ്റസിൻ്റെ മിഡ്ഫീൽഡർ. അപ്പോൾ അവന്മാർ ആദ്യത്തെ ഒരു 3 കിട്ടലിന് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രൈം ഡൈസിലൂടെയാണ് റയൽ മാഡ്രിഡ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഫെഡെ വാൽവേർദേൻ്റെ ഒരു ബോൾ ബ്രൈം ഡൈസിന് ഇടുന്നു. ബ്രൈം ഡൈസ് ഒരു പവർഫുൾ ഷോട്ട് അടിക്കുന്നു. ബ്രൈം ഡൈസ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കോർണറിലൊരു ഡിഫറെൻറ്റ് മെത്തേഡ് കൊണ്ടുവരാൻ നിന്നിട്ടുണ്ട്. സാധാരണ പൊതുവെ ആർദെ ഗുളർ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് കോർണർ റയൽ മാഡ്രിഡ് എടുക്കാറുള്ളത്. പക്ഷേ ഫെഡെ വാൽവേർദെ ആ ഒരു കോർണർ എടുക്കുന്നു, ഒരു ലോ ക്രോസ് പോലെ ഒരു ലോ കോർണർ കിക്ക് കൊടുത്തു. അത് നേരെ ചെമനിക്ക് കിട്ടുന്നു. ചെമനി ഷോട്ട് അടിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഡിഫ്ലക്റ്റഡ് ആയി പോകുന്നു. പക്ഷേ നല്ല ട്രിക്കാണത് ആക്ച്വലി. ഓക്കെ, ഒരാൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നു, അയാൾക്ക് തന്നെ ബോൾ കറക്റ്റ് ലോ ബോളിലൂടെ കൊടുക്കുന്നു, ഷോട്ട് അടിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഡിഫ്ലക്റ്റഡ് ആയി പോയി, ഗോളായില്ല. ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ വിനി ജൂനിയറൊക്കെ പ്രോപ്പർ നിറം മങ്ങിയിട്ടായിരുന്നു. ഓക്കെ, സത്യസന്ധമായിട്ട് പറയാലോ. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പിന്നെ കളി പോയി. സെക്കൻഡ് ഹാഫിലോട്ട് കളി പോയ സമയത്ത് പിന്നെ റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കുകളൊന്ന് മാറാൻ തുടങ്ങി. ഓക്കെ, വിനി അത്യാവശ്യം നല്ലൊരു കളിയിൽ റിതം കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നു. എംബാപ്പെ ഒരു നല്ല ഷോട്ടുകൾ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ബ്രൈം ഡൈസ് ഓൾറെഡി അവിടെ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രൈം ഡൈസ് എംബാപ്പെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ മാച്ചിൽ. മറ്റേ സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോശം ഒരു 6.8ഉം 6.5 എംബാപ്പയ്ക്കും 6.8 ബ്രൈം ഡൈസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരായിരുന്നു ഏറ്റവും. പക്ഷേ എന്നാലും അത്ര മോശം പെർഫോമൻസ് ഒന്നും അല്ല. പക്ഷേ എന്താ പറയുക, നല്ലൊരു പെർഫോമൻസ് ബെർണാബിയിൽ നമ്മൾ റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിൽ നിന്നും എംബാപ്പെ, ബ്രൈം ഡൈൻസ് ഇവരെ പോലത്തെ പ്ലേയേഴ്സിൽ നിന്ന് നല്ലപോലെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും സോഫാ സ്കോർ റേറ്റിംഗ് കുറച്ച് കൊടുത്തത്. എംബാപ്പെ 5 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ബ്രൈം ഡൈൻസ് 3 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് മറ്റേ വിനി ജൂനിയറിൻ്റെ ആ ഒരു എന്താ പറയുക മാജിക്ക് വരുന്നത്. 60ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ടേ ഒരു ബോൾ വിനി ജൂനിയറിന് കിട്ടുന്നു. അദ്ദേഹത്തിന് മുന്നിൽ 3-4 ഡിഫൻഡേഴ്സ് ഉണ്ടാവുന്നു. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു, 1-2 പേരെ കട്ട് ചെയ്യുന്നു, ട്രിപ്പിൾ ചെയ്യുന്നു. പിന്നെ വീണ്ടും ആ ഒരു ബോൾ അങ്ങോട്ട് വലിക്കുന്നു, ട്വിസ്റ്റിംഗ് ആൻഡ് ടേണിങ്സ്. ആൻഡ് ദെൻ അവസാനം ആ ഒരു ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു ഷോട്ട് അടിക്കുന്നു, വുഡ് വർക്കിൽ തട്ടുന്നു. ആ ബോൾ നേരെ റിബൗണ്ടിനായിട്ട് ബെല്ലിംഗാം അവിടെ ഉണ്ടായിരുന്നു, ഓൺ സൈഡ് പൊസിഷനിൽ തന്നെയായിരുന്നു. അദ്ദേഹം അത് എടുക്കുന്നു, ഗോളാവുന്നു. വാട്ട് എ ഗോൾ!
അതൊരു എന്താ പറയുക വിനി മാജിക് എന്നൊക്കെ പറയേണ്ട ഒരു ടൈപ്പ് ഓഫ് ഗോളാണത്. കംപ്ലീറ്റ് ക്രെഡിറ്റ് ടു വിനിയാണ്. മറ്റേ ബെല്ലിംഗാം ടാപ്പിനാണ്. ഇതെന്താ പറയുക, റയൽ മാഡ്രിഡ് വിനി ബെല്ലിംഗാം ആ ഒരു കോംബോ നടക്കുന്നുണ്ട്. വിനി എംബാപ്പെ ഒരു കോംബോ നടക്കുന്നുണ്ട്. അർദേ ഗുളർ എംബാപ്പെ ഒരു കോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അർദേ ഗുളർ എംബാപ്പെ കഴിഞ്ഞ മാച്ച് നടന്നിട്ടില്ല, പക്ഷെ എന്നാലും അതൊരു മൊത്തത്തിൽ നടക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ മാച്ചസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവർ ബെല്ലിംഗാം എംബാപ്പെ ഒരു കോമ്പിനേഷൻ നടക്കുന്നില്ല, വിനി ഗൂളർ ഒരു കോമ്പിനേഷൻ നടക്കുന്നില്ല. ഓക്കെ, അത് ആ ഒരു ഇവർ 4 പേര് നല്ല സിംഗിൾ നല്ല കോമ്പിനേഷനിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ വർക്കായ പിന്നെ റയൽ മാഡ്രിഡിനെ പിടിക്കാൻ കിട്ടൂല. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ആ ഒരു കോമ്പിനേഷൻ വർക്കായി കഴിഞ്ഞാൽ, ആ ഒരു സിങ്കിങ് പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റയൽ മാഡ്രിഡ് ടീമിൻ്റെ അറ്റാക്ക് നമ്മൾ കരുതുന്നതിൽ അപ്പുറത്തായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, അറിയില്ല എന്താവും എന്നുള്ളത്. പിന്നെ വിനിയുടെ ആ ഒരു മാജിക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിനി ഫോമായി. ഓക്കെ, പിന്നെ വിനിക്ക് വീണ്ടും ഒരു ബോൾ കിട്ടുന്നു, ആ ബോൾ നേരെ എംബാപ്പയ്ക്ക് കൊടുക്കുന്നു. എംബാപ്പയ്ക്ക് ഒരു ബിഗ് ചാൻസ്, അദ്ദേഹം ഷോട്ട് അടിക്കുന്നു, പക്ഷേ ഗ്രിഗേരിയോ സേവ് ചെയ്ത് കളയുന്നു. ഓക്കെ, അങ്ങനെ പിന്നെ മറ്റേ അതിൻ്റെ ഇടയിലാണ് പിന്നെ വ്ലാഹോവിച്ചിന് ഒരു ഓപ്പൺ ചാൻസ് കിട്ടിയിരുന്നത്. അതായത് യുവൻറ്റസ് ഒരു ബോൾ മറ്റേ അവരുടെ ഡിഫൻഡർ ക്ലിയർ ചെയ്ത് കളയുന്നു. റയൽ മാഡ്രിഡ് വന്നിട്ട് എല്ലാവരും പോയി, എദർ മിലിറ്റാവോ ഒഴിച്ചു ബാക്കി എല്ലാവരും പോയി. ഓക്കെ, എല്ലാവരും അങ്ങോട്ടേക്ക് അവർ മറ്റേ ഷോർട്ട് പാസ് ഇട്ട് അങ്ങനെയാണല്ലോ റയൽ മാഡ്രിഡിൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാരണം സാബി അലൻസോ ഒരു അണ്ടർ കുറച്ച് സ്ലോ ആണ് കളി. അപ്പോൾ ഡിഫൻഡേഴ്സ് എല്ലാവരും അവിടെയാണ് റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിൻ്റെ സമയത്ത്. അവരുടെ ഡിഫൻഡർ ഒരു ബോൾ ഗ്രൗണ്ടായിട്ട് ക്ലിയർ ചെയ്യുന്നു, വ്ലാഹോവിച്ച് ഇവിടെ ഫ്രീ ആണ്, അദ്ദേഹം സെൻട്രൽ ലൈനിൽ ഇപ്പുറത്ത്. അപ്പോൾ ഓഫ് സൈഡ് ഉള്ളൊരു താങ്ങിയില്ല. അപ്പോൾ വ്ലാഹോവിച്ച് അങ്ങോട്ട് ഓടിയ ഒരു ബോളും കൊണ്ട് ഭാഗ്യത്തിന് എദർ മിലിറ്റാവോ ഉണ്ടായിരുന്നു. ഓക്കെ, എത്ര സ്ലോ ആയിട്ടാണ് കളിക്കുന്നത്, എദർ മിലിറ്റാവോ റൗൾ അസെൻസിയോ അല്ലെങ്കിൽ ആരാണോ ഡിഫൻഡേഴ്സ് ഉള്ളത് അവരവിടെ ഉണ്ടാവണം. ഒന്നല്ലേ കരേരാസ് അല്ലെങ്കിൽ ഫെഡേ വാൽവർദെ, റൗൾ അസെൻസിയോ, എദർ മിലിറ്റാവോ 2 പേര് വേണം, അറ്റ്ലീസ്റ്റ് 2 പേര് വേണം ഡിഫൻഡേഴ്സിൽ, അല്ലെങ്കിൽ പണി പോകണം. ഇതുപോലത്തെ നല്ല പേസി ആയിട്ടുള്ള അറ്റാക്കേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പാളി പോകും. അതാണ് വ്ലാഹോവിച്ചിനെ കണ്ട്. ഭാഗ്യത്തിന് എദർ മിലിറ്റാവോ അവിടെ ഉണ്ടായിരുന്നു. റൗൾ അസെൻസിയോ ബാക്കത്തെ ആളെ നോക്കാൻ വേണ്ടിയിട്ട് റൗൾ അസെൻസിയോ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. കരേരാസും ഫെഡേ വാൽവർദേയും കംപ്ലീറ്റ് ഔട്ട് ഓഫ് പൊസിഷൻ, അവർ 2 പേരും ഇവിടെ കാണാനേ ഇല്ല. ഓക്കെ, അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ വ്ലാഹോവിച്ചിൻ്റെ കയ്യിൽ നിന്നും ബോൾ എദർ മിലിറ്റാവോ ഒരു എന്താ പറയുക ഒരു റഷ് കൊടുക്കുന്നു, ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് വ്ലാഹോവിച്ചിന് മറ്റേ ലെഫ്റ്റിലോട്ട് കളിക്കാൻ വേണ്ടി അദ്ദേഹം കമ്പൽഡ് ആവുന്നു, അവിടുന്ന് ഒരു ഷോട്ട് അടിക്കുന്നു, തിബോ കൂട്ടുക സേവ് ആവുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ചാൻസിൽ നിന്നും എങ്ങനെയൊക്കെയോ റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടു. പിന്നെയാണ് അവസാനം ഫെഡേ വാൽവർദേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ഒരു ചാൻസ് കിട്ടുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഒരു ബോൾ ഒരു കോർണർ കിക്കിൽ നിന്നും, കോർണർ കിക്ക് തന്നെ തോന്നുന്നു, ഓർമ്മയില്ല, എന്തായാലും ഒരു ബോൾ റയൽ മാഡ്രിഡിന് കിട്ടുന്നു. ആ ബോൾ നേരെ എംബാപ്പയ്ക്ക് പോകുന്നു, എംബാപ്പെ അത് നേരെ ഫെഡേ വാൽവർദേക്ക് കൊടുക്കുന്നു. വാൽവർദെ ആ ഒരു ബോൾ കൊണ്ടുപോയി. അപ്പുറത്ത് ഗോൺസാലോ ഗാർസി ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് മസ്തൻ ദുവാനി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്ക് ഗാർസി ഉണ്ടായിരുന്നു. 2 പേരുണ്ടായിട്ട് അൺഫോർച്ചുനേറ്റ്ലി അപ്പുറത്ത് ഗോൺസാലോ ഗാർസിയക്കാണ് ഫെഡേ വാൽവർദെ കൊടുത്തത്. പക്ഷേ അതൊരു പുവർ ഓപ്ഷനായിരുന്നു ഫെഡേ വാൽവർദേനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പുറത്തേക്ക് കൊടുക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ തോന്നി. പക്ഷേ എന്തോ അദ്ദേഹം ആ ഒരു സമയത്ത് അങ്ങോട്ടേക്കാണ് കൊടുത്തത്. ഗോൺസാലോ ഗാർസിയക്ക് അത് പ്രോപ്പറായിട്ട് ഷോട്ട് അടിക്കാൻ പറ്റിയില്ല. ആ ഒരു അറ്റാക്ക് അവിടെ അവസാനിച്ചു. അതോടുകൂടി മാച്ച് അവസാനിച്ചു. സോ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ 3-3 വിജയിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലാ ലീഗയിൽ എൽ ക്ലാസിക്കോയാണ് നമ്മൾ കാണാനുള്ളത്. സോ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് എൽ ക്ലാസിക്കോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.